ഒരു നിസ്സാരപ്പെട്ട ഒരു കറിക്കാണ് അവിടെ വഴക്കുണ്ടാക്കിയത്. കറിക്ക് വഴക്ക് കൂടി എല്ലാം എടുത്ത് കഴിച്ചെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ വഴക്ക്. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും മോളില്ലാതെയായി. എന്റെ മക്കളാരും ആ വീട് കണ്ടിട്ടില്ല, ഇതുവരെയും കണ്ടിട്ടില്ല. 2 സഹോദരങ്ങളെ അവിടേക്ക് കയറ്റാറുണ്ടായിരുന്നു? ഇല്ല ഇല്ല, കൊച്ചിനാരും ഒരു നോക്കൂല. പൊടി കൊച്ചിനർക്ക് അവർക്ക് ഇഷ്ടമില്ല, വലിയ ആ പെങ്കൊച്ചിൻ്റെ അടുത്ത് മാത്രമേ ഇഷ്ടമുള്ളൂ അവർക്ക്. നമുക്ക് സംശയമുണ്ട്, സൂയിസൈഡ് എന്ന് പറയാൻ പറ്റില്ല. കൊച്ചിന്റെ മൂക്കൊക്കെ മുറിവുണ്ടായിരുന്നു. അവള് മരിച്ചത് അവൾ ആഡംബര ജീവിതം, അവൾ ഒരു ആഡംബര ജീവിതം കണ്ടിട്ടില്ല. അവൾക്ക് സ്വർണം കൂടെ ഇല്ല ആഡംബര ജീവിതം നടത്താനായിട്ട്. അവക്കുള്ള വസ്തു വിറ്റാണ് അവന്റെ പേരിൽ കൊടുത്തത്. എന്നിട്ട് അവളുടെ ചത വിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ ഇൻഡസ്ട്രിക്ക് എടുത്ത സമയത്ത് ഈ മൂക്ക് മുകളിലോട്ട് വരും, ഈ 2 സൈഡും ജോയിന്റ് എല്ലാം കട്ടായി ഈ മേളത്തെ ഭാഗം മുകളിലോട്ട് വന്നു. പരസ്പരം അറിഞ്ഞ് സ്നേഹിച്ച് വിവാഹം കഴിച്ചവർ, 8 വർഷത്തെ ദാമ്പത്യം, ഒടുവിൽ കാവ്യ എന്ന് പറയുന്ന യുവതി ആത്മഹത്യ ചെയ്തതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നു. വീട്ടിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെ തുടർന്നാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് ആദ്യം പുറത്തു വന്ന വിവരം. അതായത് വെറും ഒരു ചിക്കൻ കറിയുടെ പേരിൽ ഒരു യുവതി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. വാർത്ത കേട്ടയുടൻ തന്നെ ആളുകൾ പരസ്പരം ചോദിച്ചു, ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് സഹനശേഷി കുറവാണെന്ന്. പക്ഷേ അത്തരം ചിന്തകൾക്ക് അപ്പുറത്തേക്കാണ് കാര്യങ്ങൾ. വെറും ഒരു ചിക്കൻ കറിയുടെ പേരിൽ മാത്രമല്ലായിരുന്നു ആ പെൺകുട്ടി സ്വന്തം ജീവൻ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. 2 മക്കളെ ഉപേക്ഷിച്ച് സ്നേഹമതിയായിട്ടുള്ള ആ ഭാര്യ ആ വിഷ്ണുവിനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത്, അല്ലെങ്കിൽ വിഷ്ണുവിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ തീരുമാനിച്ചത് അയാളുടെ അമ്മയുടെ നിരന്തരമായിട്ടുള്ള പീഡനത്തെ തുടർന്നായിരുന്നു. വിദ്യാസമ്പന്നയായിരുന്നു കാവ്യ. നഴ്സിംഗ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം ജോലിക്ക് പോകാൻ പോലും ആ സ്ത്രീ അവരെ സമ്മതിച്ചിരുന്നില്ല. പെൺകുട്ടിയാണ്, നീ ഇവിടെ ജോലി ചെയ്ത് ഭർത്താവിനെയും കുട്ടികളെയും അവരുടെ കുടുംബത്തെയും നോക്കുക മാത്രമാണ് നിന്റെ ജോലി എന്ന ചിന്താഗതിയായിരുന്നു കാവ്യയുടെ അമ്മായിയമ്മയ്ക്ക്. പക്ഷേ കാവ്യ എന്ത് ചെയ്താലും അതിനൊക്കെ കുറ്റവും അവർ തന്നെ കണ്ടെത്തുമായിരുന്നു. നിങ്ങളെ സമ്മതത്തോടെ ആയിരുന്നു? അല്ല, നമ്മളെ സമ്മതത്തോടെ അല്ല, അവർ രണ്ടിനും സമ്മതത്തോടെയാണ് പോയത്. പോയി മാറിയൊക്കെ താമസിച്ച് അവന്റെ അമ്മ അന്ന് വിളിച്ചോണ്ട് പോയി. അന്നോട്ട് മരിക്കും കാലം ദിവസം വരെ അവൾക്ക് സൂര്യം കൊടുത്തിട്ടില്ല. വഴക്കും ചണ്ടയും അടിയും, അടിച്ചു കൊന്നാലും നിന്നെ ചോദിക്കാനും പറയാൻ ആരും വരില്ല എന്നൊക്കെയാണ് അവര് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പല പ്രാവശ്യം ഞാൻ വിളിച്ചു മോളെ, മരിക്കണ തലേദിവസം ഞാൻ വിളിച്ചു, മക്കൾ വീട്ടിൽ വാന്നൊക്കെ. വരണില്ല അമ്മ, മക്കളും ഭർത്താവും ഒക്കെ ഉണ്ട് അമ്മ, ഞാൻ വരണില്ല എന്ന് പറഞ്ഞു. ഒരു നിസ്സാരപ്പെട്ട ഒരു കറിക്കാണ് അവിടെ വഴക്കുണ്ടാക്കിയത്. കറിക്ക് വഴക്ക് കൂടി എല്ലാം എടുത്ത് കഴിച്ചെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ വഴക്കും ബഹളമൊക്കെ. കാവ്യനോട് എന്തിനാണ് ഇവർക്ക് ഇത്ര ദേഷ്യം? കവിക്ക് അവര് ചോദിച്ച ശ്രീധരനൊന്നും കൊടുത്തില്ല, എന്നാലും നമ്മള് കൊടുക്കാനൊക്കെ കൊടുത്ത്. അവർക്ക് ഇഷ്ടമല്ല, കാവ്യ ഇഷ്ടമല്ല അവർക്ക്. ആ വീട് അവളെ വീടാണ്. കാവ്യക്കുള്ള വസ്തു വിറ്റ് കൊണ്ടുപോയി ഭർത്താവിന്റെ പേര് വിഷ്ണുവിന്റെ പേരിനാണ് വാങ്ങിച്ചത്. വെച്ചൊക്കെ മോന്റെ പേരിനാണ്, വിഷ്ണുവിന്റെ പേരിനാണ് വീട് വെച്ചിട്ടുണ്ട്. അങ്ങനെ അവളവിടെ താമസിക്കുന്ന ഇഷ്ടമല്ല, അവൾ എത്രയും പെട്ടെന്ന് പോകണം അവളന്ന്. അതാണ് എപ്പോൾ നോക്കിയാലും വഴക്ക് ചണ്ട. ആഹാരം കഴിക്കുക എത്രയോ ആഴ്ച വല്ല ആഹാരം പോലും കഴിക്കാൻ സമ്മതിക്കൂല, കൊടുക്കൂല. വഴക്ക് 2 ആഴ്ച ഇവിടെ നിന്നിട്ട് പോയിട്ട് ആഹാരം പോലും അവർ കൊടുത്തിട്ടില്ല, വ്യാപിക്കാൻ സമ്മതിക്കൂല. ഒരു ഭയങ്കര ഒരു ജാതി പറഞ്ഞ് പ്രശ്നമൊക്കെ ഉണ്ടാക്കും. ജാതിയായിരുന്നു ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. തന്നെക്കാൾ താഴ്ന്ന ജാതിയിലുള്ളവനാണ് നീ എന്നുള്ളതായിരുന്നു കാവ്യയോട് അവർക്കുണ്ടായ വിരോധത്തിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് കാവ്യയുടെ അമ്മ നെഞ്ചുപൊട്ടി പറയുന്നു. ഇത്തരത്തിൽ നിരന്തരമായിട്ടുള്ള ചൂഷണങ്ങൾ ഉണ്ടായിട്ടും സ്വന്തം ഭർത്താവിനെയും മക്കളെയും ആലോചിച്ചാണ് കാവ്യ ആ വീട് വിട്ട് ഇറങ്ങാതിരുന്നത്. സഹോദരനും സഹോദരിയും അടക്കം 3 മക്കളുള്ള കുടുംബത്തിലായിരുന്നു കാവ്യയുടെ ജനനം. പക്ഷേ സഹോദരനും സഹോദരിയും അമ്മയും ജീവനോടെ ഉണ്ടായിട്ടും നിന്നെ തൊട്ടാൽ ആരും തിരിഞ്ഞു നോക്കാനില്ല എന്നുള്ള തരത്തിലായിരുന്നു കാവ്യയുടെ ഭർത്തൃമാതാവ് പറഞ്ഞുകൊണ്ടിരുന്നത്. വിഷ്ണുവിന് കുഴപ്പമൊന്നുമില്ല, അമ്മയാണ് പ്രശ്നം അത്രയും ഉണ്ടാക്കുന്നവരാണ്. എല്ലാം 2 പ്രസവവും ഞാൻ തന്നെ എടുത്തത്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ കൊച്ചിന് 1.5 വയസ്സുള്ള കൊച്ചിന് ഞാൻ തന്നെ എല്ലാ പ്രസവം എടുത്ത് എല്ലാം കഴിഞ്ഞ് പ്രസവം നടത്തി എല്ലാം. എന്നിട്ട് സമാധാനം പോലും എൻ്റെ മോക്കില്ല. 8 വർഷം കൊണ്ട് എൻ്റെ മോൾ അനുഭവിക്കുകയാണ്. സമാധാനമില്ല എൻ്റെ മോക്ക്. ആഹാരം കൊടുക്കൂല, വെള്ളം കൊടുക്കൂല.
എവിടെങ്കിലും പോണെങ്കിൽ അവന്റെ കൂടെ പോകുമ്പോൾ തന്നെ അവര് വഴക്കുണ്ടാക്കും. കാറിൽ പോകണമെങ്കിൽ പറയും, നീ ബാക്കിൽ ഇരുന്നോ, നീ ഫ്രണ്ടിലൊന്നും അവന്റെ കൂടെ ഇരിക്കണ്ട. അവളിരിക്കാതെ പിന്നെ ആരിരിക്കും? നമ്മളെല്ലാം കൊടുക്കാനുള്ള എല്ലാം കൊടുത്ത്, എന്നിട്ട് എൻ്റെ മോക്ക് പരാതി, വഴക്ക്, അടി, ചീത്ത ഒക്കെ തന്നെ എൻ്റെ മകൾ ഒരു ചെയ്യുന്നത്. ഒരു സമാധാനമില്ല. അമ്മയോട് തുറന്ന് പറയാറുണ്ടായിരുന്നു എല്ലാ അവള് കാര്യങ്ങളും? ഫോണിക്കടി പറയാള്. കഴിഞ്ഞ ആഴ്ച കറിക്ക് വഴക്കൂടിയപ്പോഴാണ് ബാത്റൂമിൽ കയറി ചെയ്യുന്നുണ്ടാണ് എന്നെ രഹസ്യമായിട്ട് വിളിച്ച് പറഞ്ഞത്. അമ്മ എന്നെ ഇതുപോലെയൊക്കെ ആവശ്യമില്ലാത്ത രീതിയിൽ സംസാരിച്ച്, പിന്നെ ആഹാരം കാണാതെ കിടക്കണ വീട്ടിലുള്ള അല്ലേ എന്നും പറഞ്ഞിട്ടൊക്കെ പറഞ്ഞ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളിങ്ങ പോരെ, മക്കളിങ്ങ ഞാൻ മക്കളെ നോക്കിക്കോളാം, മോളൊക്കെ ജോലിക്ക് എവിടെയെങ്കിലും പോ. ഇൻസിൽ ഒരുപാട് പ്രാവശ്യമുള്ള വിളിച്ച് ജോലിക്ക് ഇവര് വിടൂല. ഇവര് പറയും നൈറ്റൊക്കെ ഉണ്ടാകുമ്പോൾ നീ പോണ്ട, എനിക്ക് പിള്ളേരൊന്നും നോക്കാൻ പറ്റൂല, നീ പോണ്ടെന്നൊക്കെ പറഞ്ഞ് അതിനൊക്കെ അങ്ങ് ഒഴിവാക്കി. ഇപ്പോഴും ഞാൻ വിളിച്ച്, നീ വാ ഇവിടെ എവിടെയെങ്കിലും ജോലിക്ക്, അപ്പൊ ഞാൻ മക്കളെയൊക്കെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് പിന്നെ പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് എത്ര നേരം വിളിച്ചിട്ടില്ല. എൻ്റെ മോള് ഞാൻ അറിഞ്ഞതുമല്ലേ ഇതൊക്കെ ചെയ്യുമെന്ന്. ഒരു 8 മണിയായപ്പോഴാണ് പറയണത്, സവിക്ക് സുഖമില്ല, ഞങ്ങൾ പെട്ടെന്ന് ചെല്ലാൻ. ഞങ്ങൾ ഇവിടെ പോകുന്നത് മോൻ വന്നപ്പോഴാണ് അറിയണത് ഇതെല്ലാം ആശുപത്രി കൊണ്ടുപോയെന്ന്. ഒന്നും ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ എൻ്റെ മോള് ഇഷ്ടം പോലെ അടിക്കുക. അവരാ മരുമൊന്നും ചെയ്യില്ല, വഴക്കൊന്നും പറയില്ല. അവരാണ് ഇതെല്ലാം ജയിക്കുന്നത്, കളഞ്ഞിട്ട് പോകാൻ വേണ്ടി. ഒരു 26 വർഷം വാടക കിടന്ന സ്ത്രീയാണ് ഇതെല്ലാം കൊണ്ടുപോയി വിറ്റ് അവന്റെ പേരിന് വാങ്ങിച്ച് ഇവിടൊക്കെ വെച്ച്. കടമുണ്ട്, കടയില്ലാതിരിക്കുന്ന ആര്? കടമുണ്ട്. അങ്ങനെ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും മോളില്ലാതെയായി. ഞാൻ ചെല്ലണമെങ്കിൽ അവരുടെ അടുത്ത് 2 ദിവസം ഉള്ളപ്പോ എൻ്റെ അമ്മ വരെയാണേ, അമ്മ നിന്റെ അമ്മ വരാൻ പറ. അങ്ങനെയാണ് ഞാൻ അവിടെ ചെല്ലണത്, അല്ലാതെ അമ്മക്ക് അവിടെ ചെന്നൂടാ. സ്വയം എൻ്റെ മക്കളാരും ആ വീട് കണ്ടിട്ടില്ല, ഇതുവരെയും കണ്ടിട്ടില്ല. 2 സഹോദരങ്ങളെ അവിടേക്ക് കയറ്റാറുണ്ടായിരുന്നു? ഇല്ല, ഞാൻ മാത്രമേ പോവുള്ളൂ. അതെ. അപ്പൊ അവരെന്താ പറയുന്നത്? അവര് പറഞ്ഞു ആരും ചെല്ലണ്ടെന്ന് പറഞ്ഞു, അവിടെ ആരും ചെല്ലണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഇതുവരെയ്ക്ക് എൻ്റെ ഒരു മക്കളും ആ വീട് കണ്ടിട്ടില്ല, ഇതുവരെയും കണ്ടിട്ടില്ല. ഞാൻ മാത്രം അവിടെ പോവും, ഞാൻ മാത്രം പിള്ളേരെ കാണും. കഴിഞ്ഞ ഇത് സ്കൂൾ അടപ്പിന് വന്ന് പിള്ളേർ 2 ദിവസം നിന്നിട്ട് 3ൻ്റെ ഉടനെ അങ്ങ് പോയി. ഒരു സമയം പറഞ്ഞാണ് 2 ദിവസം നിന്റെ അമ്മയുടെ അടുത്ത് പോയി. നീ നുണ പറയാനല്ലേ പോണത്? എന്തിനു മക്കളെടുത്ത് എന്തിനാണ് അമ്മ അവരെ നുണ പറയണം? നുണ പറയാനാണ് എൻ്റെ വീട്ടിൽ വരണത്. ഞാൻ അവിടെ പോണത് അവരെ കാര്യം പറയും, ഞാൻ ഒരു കാര്യവും പറയും. ഇതേപോലെ ഹാളിൽ വന്നിരിക്കും. ഒരു 5 മണിയാകുമ്പോൾ ഞാൻ ഇങ്ങനെ മക്കളെയും കണ്ടിട്ട്, കൊച്ചുമക്കളെയൊക്കെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ തിരിച്ച് എൻ്റെ വീട്ടിൽ വരും. ഞാൻ എന്തൊരു മക്കളെടുത്ത് നുണ പറയണത്? മോൻ്റെ അച്ഛൻ മരിച്ച ശേഷം ഞാൻ എൻ്റെ മക്കളെ കഷ്ടപ്പെട്ട് എന്നെ വളർത്തി പഠിപ്പിച്ച് ഇത്രയും മേലാക്കി, എന്നിട്ട് എനിക്ക് സമാധാനമില്ല. കവി എത്രത്തോളം പഠിച്ചിരുന്നു? കവി നേഴ്സിന് ഇതിന് പഠിച്ചിരുന്നതാണ്. കോഴ്സ് കംപ്ലീറ്റ് ചെയ്തായിരുന്നു? കംപ്ലീറ്റ് ചെയ്തായിരുന്നു. പക്ഷെ അവര് ജോലിക്ക് പോകാൻ വിടൂല, ജോലിക്ക് വിടൂല. അവർക്കും നൈറ്റ് കൊണ്ട് കൊച്ചിനെ നോക്കാൻ പറ്റൂല, കൊച്ചിനാരും അവര് നോക്കൂല. പൊടി കൊച്ചിനൊക്കെ അവർക്ക് ഇഷ്ടമില്ല, വലിയ ആ പെങ്കൊച്ചിൻ്റെ അടുത്ത് മാത്രമേ ഇഷ്ടമുള്ളൂ അവർക്ക്. അതെന്താ അങ്ങനെ ഒരു കുട്ടിയോട് മാത്രം ഒരു സ്നേഹം? അത് അമ്മയുടെ കാര്യമൊക്കെ പറയും, ചോദിക്കും. അമ്മ എവിടെ ഇരുന്ന്, അച്ഛൻ എവിടെ ഇരുന്ന് എന്നൊക്കെ കൊച്ചിൻ്റെ അടുത്ത്, പെങ്കൊച്ചിൻ്റെ അടുത്ത് ചോദിക്കും. ആ കൊച്ചു കാര്യങ്ങളൊക്കെ ഇതിന് അറിഞ്ഞൂടല്ലോ, എല്ലാം കൊച്ചു കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് അവർക്ക് ഇഷ്ടമില്ല. അങ്ങനെയാണ് രാവിലെ ഇറങ്ങി ചെല്ലുമ്പോഴും അങ്ങോട്ട് വഴക്കും ചൊണ്ടയും. എൻ്റെ മോള് 4 മണിക്കാണ് ഉറക്കം കഴിച്ച് എല്ലാം വേവിച്ച് തീരുമ്പോ അവര് 10 മണിക്ക് ഉറക്കം കഴിച്ച് വന്നിട്ട്, കവിയെ അത് ചെയ്തില്ലേ, ഇത് ചെയ്തില്ലേ, നീ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്ര നേരം ചെയ്തോണ്ടിരുന്നടി? എൻ്റെ മോളങ്ങ് വഴക്കുണ്ടാക്കി വന്നെങ്കിൽ വഴക്കില്ല. അങ്ങനെ ഞാൻ വിളിച്ചിട്ട് വന്നില്ല, അവള് വന്നില്ല.
അമ്മ എപ്പോഴാ ലാസ്റ്റ് കാവ്യം കാണില്ല. സ്കൂളോടെ പിന്നെ 2 ദിവസം വീട്ടിൽ വന്ന് നിന്നത് തന്നെ. പിന്നെ കാണാൻ പോയില്ല. ഫോണിൽ കൂടെ സംസാരിക്കുകയുള്ളൂ. കാണാൻ പോകാൻ പറ്റിയില്ല എനിക്ക്. ആശുപത്രിയിലേക്ക് ഫ്രീക്വൻ്റൊക്കെ ഇരുന്നുകൊണ്ട് പറ്റിയില്ലായിരുന്നു. കാണാൻ വരും. ഇനിയിപ്പോ അടുത്ത മാസം പോകാമെന്നും പറഞ്ഞ്, ഈ മാസം പോകാമെന്നും പറഞ്ഞാണ് ഇരിക്കുന്നത്. പറ്റില്ല. അതിന് മുമ്പേ മോൾ എൻ്റെ വീട്ടിൽ വന്ന്. അവര് ഭയങ്കര ആള് തന്നെ. അവര് കാവ്യ അവസാനം സംസാരിച്ചപ്പോ അമ്മയോട് പറഞ്ഞത് എന്താണ്? അവരോട് പറയണം, അമ്മ ഞാൻ വരട്ടാ, ഞങ്ങൾ എന്നും വിളിക്കും, മക്കളിങ്ങി പോരെ, നീ പിള്ളേരെയും കൊണ്ടിങ്ങി പോരെ, നമുക്ക് ഉള്ള വീട്ടിൽ കിടക്കാം, നീ വാ വാ. പിന്നെ പറയാം, അമ്മ ചാട്ടയും പിള്ളേര്, നീ പിള്ളേരെ എടുത്തോണ്ട് വാ, ചാട്ട അവിടെ നിക്കട്ടെ, നീ ഇങ്ങ് വാ എന്നാണ് ഞാൻ പറയണത്. അവള് ചാട്ടനെ വിട്ടു വരില്ല. അതാണ് ഇത്രയും പ്രശ്നമായത്. അവ ജോലിക്ക് പോയിട്ട് വരുമ്പോഴും ചേട്ടന് ആഹാരം കൊടുക്കണം, അമ്മ അവരൊന്നും വെച്ചു കൊടുക്കൂല, ഞാനാണ് വെച്ചു കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് വഴക്ക്, എന്നും വഴക്കാണ് വീട്ടില്. ഈ അമ്മയുടെ ഉപദ്രവത്തില് ഭർത്താവ് ഇടപെടാറുണ്ടായിരുന്നില്ലേ? അങ്ങനെ ചെയ്യൂല. അവൾ ഒന്നും പറയില്ല ഭർത്താവിന്റെ അടുത്ത്. അവൻ ഓഫീസിൽ ജോലി കിട്ടുന്ന ഒന്നും പറയില്ല, ഒരു കാര്യവും പറയില്ല. പണ്ട് അങ്ങനെ വീട്ടിൽ ഒരു ബഹളവും ഇല്ല, ഒരു വഴക്കില്ല, ചണ്ടയില്ല. അതേപോലെയാണ് മരുമൻ വരുമ്പോൾ വീട് അവരെ രണ്ടുപേരും പെരുമാറ്റം. പിന്നെ അവ പോയി കഴിഞ്ഞാൽ പിന്നെ അവരങ്ങ് തുടങ്ങും. നമ്മൾ ഒരു കാര്യവും പറയില്ല. അടിച്ചാൽ പോലെ ഒരിക്കലും അവളെ തലയിലിട്ട് അടിച്ചോണ്ടിരുന്ന, ഇവിടെ ഉണ്ടായിരിക്കണം നമ്മൾ തലയിലിട്ട് അടിച്ചു കൊടുത്തിട്ട്, അടിച്ചു കൊന്നാൽ പോലും നിന്നെ ചോദിക്കാനും പറയാനും ഇവിടെ ആരും വരൂലെന്ന് എൻ്റെ മോളെ എൻ്റെ ഫോണിൽ കൂടി ഇങ്ങനെ വിളിച്ചു പറഞ്ഞത്, എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, അങ്ങനെ സഹിക്കാൻ വയ്യെങ്കിൽ വാ, നിനക്ക് വീട്ടിൽ വാ, നിനക്ക് വീട്ടിൽ വരാം, നിനക്ക് സ്ഥലമൊക്കെ ഞാൻ തന്ന അത് വിറ്റു ഇറക്കി പോയല്ലോ, നീ എൻ്റെ വീട്ടിൽ വാ. അത് വരൂല്ല. അത് ഇപ്പൊ ലാസ്റ്റ് എൻ്റെ വീട്ടിൽ വന്നു. ഇത് തന്നെ, എനിക്ക് വേറെ ഒന്നും പറയാനില്ല എന്നാ മോളെ കാര്യം. ശാരീരികമായിട്ടുള്ള ഉപദ്രവങ്ങളും അവൾക്ക് എതിരെ ഉണ്ടായിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കാവ്യയുടെ സഹോദരൻ ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. അതായത് ഈ കുഞ്ഞുങ്ങളോടുള്ള ആ മാതാവിന്റെ സമീപനം, ആ പറയുന്ന കാവ്യയുടെ ഭർത്തൃമാതാവിന്റെ സമീപനം. മൂത്ത കുഞ്ഞിനെ ആ അമ്മയ്ക്ക് ഇഷ്ടമാണ്. രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചതോടെയാണ് ആ വീട്ടിൽ ദുശകുനമായിട്ട് പല സംഭവങ്ങളും ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനോട് ഒരല്പം വിദ്വേഷം ആ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നമുക്ക് സംശയമുണ്ട് ഇതിൽ സൂയിസൈഡ് എന്ന് പറയാൻ പറ്റില്ല. കൊച്ചിന്റെ മൂക്കൊക്കെ മുറിവുണ്ടായിരുന്നു, ബോഡി കിട്ടിയപ്പോൾ നെറ്റിയിലൊക്കെ നീരിപ്പ്, ശരീരത്തൊക്കെ നീരിപ്പൊക്കെ ഉണ്ടായിരുന്നു. അത് എന്താണെന്ന് പറഞ്ഞത്, ഇവര് വല്ലതും ചെയ്ത് കെട്ടിത്തൂക്കിയെന്ന് എനിക്ക് സംശയമുണ്ട്. അമ്മ പറയുന്നത് പോലെ നിങ്ങളെ ആരും അങ്ങോട്ട് ഞാൻ അടുപ്പിക്കാറുണ്ടായിരുന്നില്ല? ഇതുവരെ അവരെ വീട് കണ്ടിട്ട് പോലും ഇല്ല, ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല. നമ്മളവിടെ ചെല്ലല്ലെന്നാണ് പറയുന്നത്. എന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും ഉപദ്രവിക്കും വരും. ഒരു കുടുംബം പോണ്ടെന്നും പറഞ്ഞ് ഞാൻ അവിടെ പോയിട്ടില്ല. ചേട്ടൻ കാവ്യയോട് സംസാരിക്കാറുണ്ടായിരുന്നു? സംസാരിക്കും, ഇടയ്ക്ക് വിളിക്കും, സംസാരിക്കും. അപ്പൊ എന്താ കാവ്യ ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായി അറിയിച്ചിരുന്നോ? പറയുള്ളൂ, പ്രശ്നമാണ്. അപ്പൊ നമ്മൾ പറയും വാന്ന് പറയും, വാ, നീ അവിടെ കിടന്ന് എന്തിന് നീ വാന്ന് പറയും, ബുദ്ധിമുട്ടുണ്ട് നീ വാന്ന് പറയും. എന്തായാലും കാവ്യ എന്ന് പറയുന്ന പെൺകുട്ടി സ്വന്തം ഭർത്താവിനെയും മക്കളെയും സംരക്ഷിക്കാൻ വേണ്ടി ഇത്രമാത്രം സഹിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ജീവിതം അവസാനിപ്പിക്കും എന്ന് തോന്നുന്നില്ല. നിലവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, ഇൻക്വസ്റ്റ് നടപടി നടത്തുന്ന സമയത്ത് ആ കാവ്യയുടെ മൃതദേഹം കണ്ട ബന്ധുക്കൾക്കും ചില സംശയങ്ങളുണ്ട്. അവിടെ എപ്പോഴും പ്രശ്നം തന്നെ. അവരെപ്പോഴും ഉപദ്രവിക്കും. അവർ എവിടെയെങ്കിലും പോകുമ്പോഴാണ് ഞങ്ങളെ വിളിക്കുന്നത് തന്നെ, ഒളിച്ചും പാത്തൊക്കെ വീഡിയോ കോൾ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞ എക്ലിങ് പറ്റില്ലെങ്കിൽ വരാൻ പറയും. ഇല്ലടി വരൂല, ചേട്ടനുണ്ട് കൊച്ചുണ്ടെന്നും പറഞ്ഞു വരും. ഇപ്പം പറഞ്ഞ അവള് മരിച്ചത് അവൾ ആഡംബര ജീവിതം. അവൾ ഒരു ആഡംബര ജീവിതം കണ്ടിട്ടില്ല. അവൾക്ക് സ്വർണം കൂടെ ഇല്ല ആഡംബര ജീവിതം നടത്താനായിട്ട്. അവക്കുള്ള വസ്തു വിറ്റാണ് അവന്റെ പേരിൽ കൊടുത്തത്. എമ്മിട്ട് പോലും അവർക്ക് സമാപനം കൊടുക്കുന്നില്ല. അല്ലാണ്ട് 10 ലക്ഷം രൂപ അല്ലാതെ ഞാൻ കൊടുത്ത് വസ്തു വിറ്റ്, എന്നിട്ട് പോലും സമാപനം കൊടുക്കുന്നില്ല അവർക്ക്. അപ്പൊ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എപ്പം മുതലാ? കല്യാണം കഴിഞ്ഞ അന്ന് മുൻ തുടങ്ങിയതാണ്. ജാതിയുടെ പേര് പറഞ്ഞ് ശ്രീധന, ജാതിയാണ് മെയിൻ, പിന്നെ ശ്രീധനം, അങ്ങനെയൊക്കെ നിങ്ങൾ അടിമകളാണെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ് അവളെ വഴക്കുണ്ടാക്കുന്നത്. പിന്നെ അനാവശ്യമായ ഭാഷ സംസാരിക്കുകയും അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് പറയുകയും ചെയ്യും. ഈ കുഞ്ഞുങ്ങളോട് എങ്ങനെയാണ്? കുഞ്ഞുങ്ങള് അവർക്ക് അവൾ അതറിയത്തില്ല. അവര് സ്നേഹം തന്നെയെന്നാണ് അവൾ പറയുന്നത്.
ചേച്ചിയാണ് കാവ്യ ഞാൻ ഇൻട്രസ്റ്റിങ് അകത്ത് കയറിയതാണ്. പക്ഷെ ആ ബോഡി കണ്ടതിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, അവള് ഒരു ആത്മഹത്യ ചെയ്തൊരു കുട്ടിയാണെങ്കിൽ ഒരിക്കലും അവളുടെ മുഖത്ത് ഇത്രയും പാടുകൾ വരത്തില്ല. സ്വാഭാവികമായിട്ടും നമ്മളൊരു ആത്മഹത്യ കാണുമ്പം നമുക്ക് അറിയാൻ പറ്റും അത് ഓട്ടോമാറ്റിക്കലി ചെയ്തതാണോ അല്ലാതെ ഒരാള് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതാണോ എന്ന് വെച്ചാൽ അവളുടെ മൂക്കിൽ നല്ല പാടുണ്ട്. ഈ 2 പാലത്തിലും അവളുടെ ചത വിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ ഇൻഡസ്ട്രിക്ക് എടുത്ത സമയത്ത് ഈ മൂക്ക് മുകളോട്ട് വരും. ഈ 2 സൈഡും ജോയിന്റ് എല്ലാം കട്ടായി ഈ മേളത്തെ ഭാഗം മുകളിലോട്ട് വരുന്നു. അതെങ്ങനെ വരുന്നത് ഞങ്ങൾക്ക് അറിയണം. പിന്നെ മുഖം മൊത്തം പാടാണ്. ഈ 2 സൈഡ് പിന്നെ ഇടിച്ചതായിട്ടുള്ള ഷോൾഡറിൽ നല്ല പാടുണ്ട്. ഒരു ആത്മഹത്യ ചെയ്യാൻ പോകുന്ന കുട്ടി എന്തായാലും അത് ചെയ്യത്തില്ല. അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒന്ന് അടിക്കുകയോ ഇടിക്കുകയോ ചെയ്തിട്ടുണ്ട്. പിന്നെ അവളെ ബോഡി ഫുഡൊന്നും കഴിച്ചതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അവള് ഒരു 2 ആഴ്ച കൊണ്ടും അവൾ ഫുഡ് കഴിച്ചതായിട്ടുള്ള ഒരു ബോഡിയിലും ഇല്ല. 2 കുട്ടികളെ പ്രസവിച്ച ഒരു തള്ളയാണ്. ആ ബോഡി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കത്തില്ല. ഇൻഡസ്ട്രി കയറിയപ്പോൾ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല അവളെ ബോഡി കണ്ടിട്ട്. എന്ന് വെച്ചാൽ അവളെ ബോഡിയിൽ ഒരു ആഹാരം കഴിച്ചു ഇത്രയും ദിവസം ആഹാരം കഴിച്ചൊരു കുട്ടിയാണെന്ന് നമുക്ക് തോന്നത്തില്ല. എന്ന് വെച്ചാൽ അവളുടെ വയറ് വരെ അങ്ങനെയാണ് കിടക്കുന്നത്. ആഹാരം പോലും കഴിച്ചിട്ടില്ല അവള്, ഒന്നും കഴിച്ചിട്ടില്ല അവള്. അവളുടെ ബോഡി കണ്ടാൽ നമുക്ക് സഹിക്കാൻ പറ്റുന്ന വെച്ചാൽ അതിനകത്ത് കയറി ഞാനും എൻ്റെ ആന്റിയും കയറി ഞങ്ങൾ അത്രമാത്രം ഞങ്ങൾ അതിനകത്ത് ഒന്ന് വേദനിച്ചു. അവളെ ബോഡി കണ്ടപ്പോൾ ഇഷ്ടം പോലെ പാടുണ്ട്. അവളെ മൂത്ത് മുറിഞ്ഞ പാടുകൾ, 2 സൈഡിലായിട്ട് ഇടിച്ച് നീലിച്ച പാടുകൾ, മുതുവിലായിട്ട് പാടുകൾ, കൈയുടെ ഷോൾഡറിൽ പാടുകൾ, ദേഹം മൊത്തം ഒരഞ്ഞ പാടുകൾ. എന്ന് വെച്ചാൽ നമ്മളെ ഈ നഖം കൊണ്ട് പോലെയൊക്കെ ഈ പോറിയ പാടുകൾ. പിന്നെ കാലിൽ 2 പാടുണ്ട്. അത് എന്തിന്റെ പാടാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പാദത്തിൽ പാടുണ്ട്. അതെന്താണെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റും. കാവ്യ എവിടെയാ സൂയിസൈഡ് ചെയ്തെന്ന് പറയുന്നത്? അവര് പറയുന്നത് ജനലിൽ തൂങ്ങി എന്നാണ് പറയുന്നത്. പക്ഷെ ആ ജനലിൽ അവള് തൂങ്ങാനുള്ള ചാൻസ് എനിക്ക് അറിയത്തില്ല. അത് കഴുത്തിൽ പാടുണ്ട്, തൂങ്ങിയതായിട്ടുള്ള പാട് എന്തായാലും ഉണ്ട്. പക്ഷെ ഒരു ജനലിൽ തൂങ്ങിയെന്ന് പറയുന്നു. നമ്മൾ കണ്ടിട്ടില്ല, നമ്മളവിടെ പോയിട്ടില്ല, നമുക്ക് അതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. അത് എന്തായാലും നമുക്ക് നല്ല സംശയമുണ്ട്. അവൾ ഒരിക്കലും അവള് ചെയ്യത്തില്ല. എന്ന് വെച്ചാൽ 2 കുട്ടികളുണ്ട്, 1.5 വയസ്സായ മോനുണ്ട്. അപ്പൊ ഒരിക്കലും അവള് ചെയ്യില്ല എന്നാണ് നമ്മുടെ വിശ്വാസം. ബാക്കി കേസിന്റെ വഴിക്ക് ഒരിക്കലും ചെയ്യൂല. അവർക്ക് ഇതിനേക്കാൾ മുമ്പ് ഇത്രയും അനുഭവിച്ചിട്ട് അവൾ ഞാൻ മരിക്കൂലോടി, എനിക്ക് 2 പിള്ളേരുണ്ട്, ഞാൻ മരിക്കൂല എന്ന് അവള് പറഞ്ഞു. എന്തായാലും അവള് ചെയ്യൂല, നല്ല ഉറപ്പുണ്ട്, ആത്മഹത്യ ചെയ്യൂല. പൊതുവെ എങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്? അല്ല, മുമ്പ് ഞങ്ങളെ കൂടെ നല്ല സ്ട്രോങ് ആയിരുന്നു. അവിടെ പോയ ശേഷം അങ്ങനത്തെ ഒരു ഇതില്ല. അവര് പറയണേം കേട്ട് അവരെ കൂടെ ഇന്ന് ജോലി ചെയ്ത് അങ്ങനെ ഒരു ഇതായിപ്പോയി. കുട്ടികളെ നോക്കി. അവള് ആത്മഹത്യ ചെയ്തതാണെങ്കിൽ എന്തുകൊണ്ട് ചെയ്ത സ്പോട്ട് നമ്മൾ അറിയിച്ചില്ല? വീട്ടുകാരെന്തുകൊണ്ട് അറിയിച്ചില്ല? ഞങ്ങളെ അറിയിക്കുന്ന കൗൺസിലറാണ്, വാർഡ് മെമ്പറാണ് ഞങ്ങളെ അറിയിക്കുന്നത്. എന്തുകൊണ്ട് നേരത്തെ ചെയ്തെന്ന് പറയുന്നു? എന്തുകൊണ്ട് വീട്ടുകാരെ ഞങ്ങളെ അറിയിക്കാത്തത്? അവിടെ ചേട്ടനുണ്ട്, അവർക്ക് അച്ചാച്ചനുണ്ട്, സഹോദരിയുണ്ട്, അമ്മയുണ്ട്, ആരെയും വിളിച്ചവർ അറിയിക്കാത്തത്? എന്റെ മോൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുകയും ഇവരിതൊന്നും ചെയ്തിട്ടില്ല. 6:30 തൂങ്ങിയെന്ന് പറയുന്നു, ഇവർ 8:30 മലയം താലൂക്ക് ആശുപത്രി കൊണ്ടാക്കി എന്ന് പറയുന്നു. അവിടെ ചെന്നപ്പോ നമ്മളവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ വേറെ ബോഡി അവിടെ ഉണ്ടായിരുന്നു. അവള് സ്വയം ചെയ്തതെങ്കിൽ എന്തുകൊണ്ട് അവളെ ഭർത്താവോ അവളെ അമ്മായിയമ്മയോ അമ്മായിച്ചൻ ആരും അവിടെ ഇല്ലായിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് ചെന്ന് ഇൻക്വസ്റ്റ് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോയി ചേട്ടൻ മൊഴി കൊടുത്തു. അതിന് ശേഷമാണ് നമ്മൾ ബോഡി ഏറ്റുവാങ്ങി മെഡിക്കൽ കോളേജിൽ കൊണ്ടുവയ്ക്കുന്നത്. മെഡിക്കൽ കോളേജിൽ കൊണ്ട് വെച്ചിട്ട് പോലും അവളെ ഭർത്താവിന്റെ ആൾക്കാരെന്ന് പറയാൻ ഒരുത്തരും അവിടെ ഇല്ലായിരുന്നു. അച്ഛനോ അമ്മയോ, ഭർത്താവിന്റെ അച്ഛനോ അമ്മയോ ആരും ഇല്ലായിരുന്നു. ഞങ്ങൾ ബോഡി ഇൻക്വസ്റ്റ് കഴിഞ്ഞ് അകത്ത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വെളിയിൽ ഇറക്കിയപ്പോഴാണ് അവളെ ഭർത്താവ് വന്നത്. എന്നിട്ട് പോലും അയാള് ഒന്ന് അവളെ ബോഡി നോക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇന്നലെ കുട്ടികളെ കൊണ്ടുവന്നിട്ടില്ല. അപ്പം അതൊക്കെ നമുക്ക് സംശയമാണ്. എന്ന് വെച്ചാൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഇവര് ഞങ്ങളെ അറിയിക്കണമായിരുന്നു. നിങ്ങളെ മോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ വരിക. ഇതൊന്നും അറിയാതെ ഇവര് തന്നെ എടുത്തോണ്ട് പോയി. അവൾ 6:30 തൂങ്ങിയെന്ന് പറയുന്നു, നമ്മൾ അറിയുന്ന രാത്രി 8:30. ചേട്ടനെ വിളിച്ച് പറയുന്നത് 8:30. ഇത്രയും ടൈം വ്യത്യാസം വരുന്നുണ്ട്. അവര് പറയുന്ന സമയങ്ങളും അവര് ചെയ്ത ഒരു പ്രൊസീജിയറും എല്ലാം നമുക്ക് സംശയമാണ്. ഇവരെ ഒറ്റയ്ക്കാണ് ഇവര് വെളിയിൽ കൈ കാണിച്ച് കൈ കൊണ്ടാണ് അവർ പോയെന്ന് പറയുന്നു. അവരെ വീട്ടിൽ കാറില്ല. അപ്പൊ ഓട്ടോ ഡ്രൈവറാണ് വാർഡ് കൗൺസിലർ അറിയിക്കുന്നത്. വാർഡ് കൗൺസിലറാണ് നമ്മളെ വിളിച്ചറിയിക്കുന്നത്. അപ്പം അതിലൊക്കെ ഞങ്ങൾക്ക് സംശയമാണ്. ഇവരെന്തുകൊണ്ട് ഇങ്ങനെ, അല്ലെങ്കിൽ അവർക്ക് കണ്ടിന്യൂ നമ്മളെ വിളിക്കാം, അവളുടെ ഫോണിൽ നിന്ന് എടുത്ത് ചേട്ടനെ വിളിക്കാം, അല്ലെങ്കിൽ അമ്മയെ വിളിക്കാം. ഇവരാരെയും വിളിച്ചിട്ടില്ലല്ലോ. വാർഡ് കൗൺസിലർ നമ്മൾ അറിയിച്ചിട്ടുള്ളത്. അതിലൊക്കെ ഒരു ദുരൂഹതയാണ് മൊത്തത്തില്. ഈ സംശയമുള്ളത് കൊണ്ടാണോ കാവ്യയുടെ ബോഡി ഇങ്ങോട്ട് കൊണ്ടുവന്നത്? സംശയമുള്ളതുകൊണ്ടാണ് നമ്മൾ കൊണ്ടുവന്നത്. എന്ന് വെച്ചാൽ അവർ ഏറ്റുവാങ്ങത്തില്ല. നമ്മൾ എവിടെ കൊണ്ടുപോകും അവളെ അവിടെ കൊണ്ടുപോകത്തില്ല. അവർ ഏറ്റുവാങ്ങും. അവിടെ ആരും ഇല്ലല്ലോ. അവളെ ഭർത്താവില്ല, അമ്മായിയമ്മ ആരും ഇല്ല. പിന്നെ ഞങ്ങൾ കളയാൻ പറ്റും, ഞങ്ങളെ കൊച്ചിനെ ഞങ്ങൾ കളയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഏറ്റുവാങ്ങിച്ചു. നമ്മളെ ചടങ്ങ് ചെയ്തു. ആരും വന്നിട്ടില്ല. കുട്ടികളെ പോലും അവർ കൊണ്ടുവന്നിട്ടില്ല. കുട്ടികളോട് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു ചേച്ചി? നമ്മൾ വീഡിയോ കോൾ വിളിച്ചു, അല്ലാതെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. ഇവിടെ പിന്നെ അവര് എവിടെയെങ്കിലും പോകുമ്പോൾ ഞങ്ങൾ വീഡിയോ കോൾ വിളിക്കും. ഇനി വീട്ടിൽ വരുമ്പോഴത്തേക്ക് മോനെ ഞാൻ കാണുന്ന ഇപ്പോഴാണ്. പ്രസവിച്ചിട്ടും കണ്ടിട്ടില്ല. ഇവിടെ ഈ വെക്കേഷൻ വന്നപ്പോഴാണ് ഞാൻ മോനെ കാണുന്നത്. അവിടെ മാളിൽ കൊണ്ടുവന്ന് അവിടെ വന്നാണ് ഞാൻ കാണുന്നത് അവനെ.
അല്ലാതെ അവള് നമ്മളെ വീട്ടിൽ നിന്ന് ഒരു സാധനം വാങ്ങിച്ചു കൊടുത്താൽ പറയും ഞാൻ വാങ്ങിച്ചു. അവളെ കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞു, ചേച്ചി എടി ഞാൻ ചേച്ചി എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ചത് നീ പറയണം, നീയാണ് വാങ്ങിച്ചു തന്നത് എന്ന് പറയണം. മുമ്പ് ഫ്രൈ പാൻ എടുത്ത് ജോലിക്ക് പോകണം ഫ്രൈ പാൻ എടുത്ത് കൈ വെച്ച് കൈയൊക്കെ പൊള്ളി. നീ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, എനിക്ക് എന്ത് പറ്റുവാണെങ്കിൽ നീ പറയണം, ഇവരാണ് കാരണം, എനിക്ക് എന്ത് പറ്റിയാലും എനിക്ക് എന്തെങ്കിലും പറ്റുമെന്ന് അവളുടെ അടുത്ത് പറഞ്ഞു. കൂട്ടുകാരുടെ അടുത്ത് എനിക്ക് എന്ത് പറ്റിയാലും നീ പറയണേന്ന് പറഞ്ഞു. കൂട്ട് ഇന്നലെ വന്നിരുന്നു. സ്വന്തം ജീവനൊടുക്കാൻ കാവ്യ ഒരിക്കലും തീരുമാനിക്കില്ല. നടന്നത് ആത്മഹത്യയോ കൊലപാതകമോ? വളരെ പ്രധാനപ്പെട്ട സംശയമാണ്, ആരോപണമാണ് നിലവിൽ ഉയർന്നിരിക്കുന്നത്. തെളിയിക്കേണ്ടുന്നത് പോലീസിന്റെ കൂടെ ഉത്തരവാദിത്തമായി മാറുന്നു. സ്ത്രീകൾ കൂടുതൽ സുരക്ഷിതരാണ്. ഈ പറയുന്ന സ്ത്രീധനത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ ഇപ്പോൾ കേരളത്തിൽ ഇത്തരം വാർത്തകൾ ഉണ്ടാകില്ല എന്ന് ആവർത്തിച്ചു പറയുന്ന സമൂഹത്തിന് മുന്നിലേക്കാണ് സമാന രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട് ഒരു യുവതി കൂടെ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്.